ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അമ്മയുടെ അച്ഛനെയും തറവാട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചടങ്ങുണ്ട്, കെട്ട് വെക്കൽ എന്ന് പറഞ്ഞിട്ട്. അതായത് കല്യാണം കഴിയുന്നതിന് മുമ്പ് നമ്മളവിടെ പോയിട്ട് കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പ് അവിടുത്തെ തറവാട്ടിലെ ദൈവങ്ങളുടെ അനുഗ്രഹം വാങ്ങിക്കലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് അമ്മയുടെ തറവാടായ കളിങ്ങോത്ത് തറവാട്ടിലായിരുന്നു കേട്ടോ. രണ്ടുപേരുടെയും തറവാട് വേറെ വേറെയാണ്. അപ്പം ആദ്യം പോയത് അമ്മയുടെ തറവാടായ കളിങ്ങോത്ത് തറവാട്ടിലാണ്. പിന്നെ ഇപ്പോൾ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ ദിവസവും ഇപ്പോൾ അടുത്തൊന്നും പിന്നെ ടൈമില്ല. അതുകൊണ്ടാണ് ഇപ്പം ഈ ലീവ് കിട്ടിയ സമയത്ത് പോയത്. കല്യാണത്തിന് 2 ദിവസം മുമ്പോട്ടായിരിക്കും വീട്ടിലെത്തുന്നത്. അപ്പോൾ പിന്നെ ഇതിനൊന്നും സമയം കാണില്ല. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ പോയി. പിന്നെ ഇത്രയും ദിവസം പോവാതിരുന്നത് മഴയൊക്കെ ആയിട്ട് പിന്നെ പോകാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഇന്ന് മഴ കുറച്ച് കുറഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ പോയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അച്ഛൻ്റെ തറവാടായ അരവത്ത് തറവാട്ടിലേക്കായിരുന്നു പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. 2 സ്ഥലവും കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് അച്ഛൻ്റെ തറവാട്ടിലേക്ക്. അങ്ങനെ അവിടെയും പോയിട്ട് അവിടെ നിന്നും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ കുറച്ചിരുന്നു. പിന്നെയും കുറേ സ്ഥലത്തേക്ക് പോകാനുണ്ട്, പിന്നെ കുറേ വീട്ടിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ നാളെ തൊട്ട് ക്ലാസ് തുടങ്ങലായില്ലേ, അതുകൊണ്ട് പിന്നെ വേറെ എവിടെയും പോകാനൊന്നും സമയം കിട്ടില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് പാലക്കുന്ന് അമ്പലത്തിലും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് പാലക്കുന്ന് അമ്പലം. അങ്ങനെ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പോയ വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല കേട്ടോ. പിന്നെ അമ്മമ്മേരെ വീട്ടിലും പിന്നെ കുറേ ആൾക്കാരുടെ വീട്ടിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഫാൻസിയിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അടിപൊളി സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. കുറേ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ എല്ലാ സാധനവും കൂടി വാങ്ങാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് അവിടെ കയറിയിട്ട് 1-2